ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന നല്ല ദാനങ്ങൾക്ക് നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. ദിനംതോറും നമുക്ക് എല്ലാം നൽകി തന്ന ദൈവം നമ്മളെ പരിപാലിക്കുന്നവർ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. വിശ്വാസം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ അതിൻ്റെ ഉള്ളറകളിലേക്ക് നാം കടന്നു ചെന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് വിശ്വാസപാതകം, വിശ്വാസവഞ്ചന, ഒപ്പം തന്നെ നമുക്കെങ്ങനെ സത്യത്തിൽ നടക്കുവാൻ സാധിക്കും, അതാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ രുചിച്ചറിയുവാനും ശരിയായ വിശ്വാസ ജീവിതം നയിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകുവാൻ അവിടുന്ന് സമ്മതിക്കല്ലേ. ദൈവത്തിൻ്റെ ഹിതത്താൽ ഞങ്ങൾ ജീവിപ്പാൻ തക്കണം, ഞങ്ങളെ സഹായിക്കണം. സകല മാനവമഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവിൻ നാമം ചോദിക്കുമ്പോൾ ദയതോന്നി ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപാതകം എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് വിശ്വാസപാതകം അല്ലെങ്കിൽ വിശ്വാസവഞ്ചന? ബൈബിളിൽ പലയിടങ്ങളിൽ പല സ്ഥലത്ത് വിശ്വാസവഞ്ചനയെക്കുറിച്ച് കാണുവാൻ സാധിക്കും. രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിന് ശേഷം മറ്റൊരാളെ വിശ്വാസപാതകത്തിലൂടെ അല്ലെങ്കിൽ വിശ്വാസവഞ്ചന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ബൈബിളിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരു ആളെ വിളിപ്പിച്ചു, തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ, ഫിലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീ ശിംശോൻ എന്ന് പറയുന്ന ദൈവപുരുഷനായിട്ടുള്ള ആ വ്യക്തിയുടെ മുടിയിലാണ് അനുഗ്രഹവും ഒപ്പം തന്നെ അത്ഭുതങ്ങളും ഒപ്പം തന്നെ എല്ലാ അനുഗ്രഹം കുടികൊണ്ടിരുന്നതെന്ന് അറിയാമായിരുന്ന, അല്ലെങ്കിൽ അവളെ അത് മനസ്സിലാക്കിയെടുത്ത ദലീല എന്ന് പറയുന്ന സ്ത്രീ ശിംശോനെ വഞ്ചിച്ചു എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. വഞ്ചിച്ചു. അപ്രകാരം വിശ്വാസപാതകം ചെയ്തു അവൾ. വഞ്ചന, പ്രിയമക്കളെ, വഞ്ചന എന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തോട് ചെയ്യുന്ന വഞ്ചന, ചതിവ്, ഒരിക്കലും ദൈവം പൊറുക്കുന്നതല്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ആ വഞ്ചന, ചതിവ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്തതാണെന്ന് നമുക്ക് അറിയാം. അതുപോലെ പരസ്പരം മറ്റുള്ള ഒരാളെ ചതിക്കുന്നത്, മറ്റുള്ളവരെ വഞ്ചിക്കുന്നത്, അത് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരാളെ വാക്കുകൾ കൊണ്ട് വഞ്ചിക്കാം, പ്രവർത്തനത്തിൽ വഞ്ചിക്കാം, പലതരത്തിൽ വഞ്ചിക്കാൻ തൊക്കെ സാധിക്കും. പക്ഷേ നമ്മൾ അവരോട് വിശ്വസ്തത പുലർത്തുവാൻ തക്കവണ്ണം നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് നമ്മൾ വിശ്വാസ വഞ്ചന കാണിക്കുവാൻ തക്കവണ്ണം പാടില്ല. അത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമല്ല. നമ്മളൊരു വ്യക്തിയെയും വഞ്ചിക്കരുത്, പറഞ്ഞു പറ്റിക്കരുത്. അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു നമ്മളുടെ വിശ്വാസം എപ്പോഴും നമ്മൾ അവരുമായിട്ട് കാത്തു സൂക്ഷിക്കണം. അവരെ ഒറ്റയ്ക്ക് കൊടുക്കരുതെന്ന് കാണുവാൻ സാധിക്കുന്നു. ഒറ്റയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിത്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് കാണുവാൻ സാധിക്കുന്നു. മറ്റൊരു വാക്യോടെ നമുക്ക് വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 1 ശമൂവേൽ 18-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് നോക്കാം.
1 ശമൂവേലിൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം. 1 ശമൂവേൽ 18-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത്, അനന്തരം ശൗൽ ദാവീദിനോട്, എൻ്റെ മൂത്ത മകൾ മേരവുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കൈയല്ല ഫിലിസ്ത്യൻ്റെ കൈ അവൻ്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത്, ദാവീദ് രാജാവിനെ അവനോട് അസൂയ തോന്നിയതിന് ശേഷം അവനെ കൊന്നുകളയുവാണ്ടൊക്കെ ദാവീദിന് അല്ലെങ്കിൽ ശൗലിന് തീരുമാനമുണ്ടായതിനു ശേഷം ഭാര്യയെ കൊടുക്കുമെന്ന് അല്ലെങ്കിൽ അവൻ്റെ മകളെ ഭാര്യയായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫെലിസ്ത്യരെ കൊണ്ട് കൊല്ലിക്കാൻ നോക്കുന്ന ഒരു വഞ്ചനപരമായ പ്രവൃത്തി. വാസ്തവത്തിൽ ഇത് തന്നെയാണ് ദാവീദിന് പിൽക്കാലത്ത് ചെയ്യുന്ന വഞ്ചന. അപ്പോൾ തൻ്റെ മകളെ കാണിച്ച് ഫെലിസ്ത്യരുടെ അടുത്തേക്ക് വിട്ട് ഫെലിസ്ത്യരെ കൊണ്ട് ദാവീദിനെ കൊല്ലിക്കാനുള്ള ഒരു പ്രവർത്തനം, ഒരു വഞ്ചന. പിൽക്കാലത്ത് ദാവീദും അതേപോലെ തൻ്റെ സ്നേഹിതനായിട്ടുള്ള ഒപ്പം തന്നെ ബേർഷബയുടെ ഭർത്താവായിരിക്കുന്ന ആ വ്യക്തിയെ വഞ്ചനപരമായി വഞ്ചനയിൽ കുടുക്കി വഞ്ചിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വഞ്ചന, ചതിവ് കാണിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. നമ്മൾ ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും സഹോദരന്മാർ തമ്മിലായാലും കുടുംബങ്ങൾ തമ്മിലായാലും എല്ലാ സ്ഥലത്തും നമ്മൾ ഒരിക്കൽ പോലും വഞ്ചന കാണിക്കുമെന്നത് അത് ശരിയായൊരു പ്രവണതയല്ല എന്ന് കാണുന്നത്. വിശ്വാസപാതകമെന്നാണ് അതിനെ വിളിക്കുന്നത്. വിശ്വാസപാതകം. ദൈവത്തിൽ വിശ്വാസമുള്ളൊരു വ്യക്തി, ദൈവത്തിൽ വിശ്വസിക്കുന്നൊരു വ്യക്തി, ഞാൻ കഴിഞ്ഞ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങളിൽ പറയുന്ന പോലെ വിശ്വാസികളായിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും വിശ്വാസ വഞ്ചന കാണിക്കുവാനായിട്ട് പാടില്ല എന്ന് നമുക്ക് കാണുവാൻ കൊണ്ടും സാധിക്കുന്നു. നമുക്ക് 2 ശമൂവേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 ശമൂവേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ കാണാൻ കൂടെ സാധിക്കുന്നത് 2 ശമൂവേൽ 3-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറയുവാൻ അവനെ പടിവാതിൽക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ സഹോദരനായ അസാഹേലിൻ്റെ രക്തപ്രതികാരകനായി അവിടെ വെച്ച് അവനെ വയറ്റത്ത് കുത്തിക്കൊന്നു കളഞ്ഞു. ഇവിടെ കാണാൻ കൊണ്ട് സാധിക്കുന്നത്, ഇവിടെ അല്ലെങ്കിൽ അവൻ്റെ ഈ പറയുന്ന യോവാബ് എന്ന് പറയുന്നത് അദ്ദേഹം ദാവീദ് രാജാവിൻ്റെ പടയാളിയായിരുന്നു കാണത്തക്കൊണ്ട് സാധിക്കും. ദാവീദ് രാജാവിൻ്റെ പടയാളി ഈ പറയുന്ന വ്യക്തിയെ സ്വകാര്യമായി വിളിച്ചുകൊണ്ട് വന്ന് അവൻ്റെ സഹോദരനെ കൊന്നതിൻ്റെ പ്രതികാരമായിട്ട് അവൻ്റെ വയറ്റത്ത് വാള് കുത്തിക്കയറ്റി എന്ന് കാണുന്നതൊക്കെ സാധിക്കും. അതുപോലെ വഞ്ചനപരമായ പ്രവൃത്തികൾ ലോകത്ത് നടമാടുന്നു കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ള ചതിക്കുക, വഞ്ചിക്കുക വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് കാണുന്നതൊക്കെ സാധിക്കും. പ്രിയ മക്കൾ, അതുകൊണ്ട് നമ്മൾ സത്യത്തിൽ നടക്കണം. ഞങ്ങളുടെ ജീവിതം എപ്പോഴും വെളിച്ചത്തിലുള്ളവരായിരിക്കണം എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജീവിപ്പാൻ ഇടവരുവാനാകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സത്യമുണ്ടായിരിക്കണം. വിശ്വാസപാതകം മാറ്റിവെച്ചതിന് ശേഷം സത്യത്തിൻ്റെ പാതയിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കാണുന്നതൊക്കെ സാധിക്കുന്നു. സങ്കീർത്തനം 26-ന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 26-ന്റെ 3-ാമത്തെ വാക്യം അവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 26-ന്റെ 3-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 26-ന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: നിന്റെ ദയ എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. അപ്പോൾ ദാവീദ് പറയുകയാണ്, നിന്റെ ദയ എൻ്റെ കണ്ണ് മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നിൻ്റെ സത്യത്തിൽ നടന്നുമിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധമായ ഒരു ജീവൻ നയിപ്പാൻ സത്യത്തിൻ്റെ പാതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും സത്യമുണ്ടായിരിക്കണം. നമ്മുടെ കരങ്ങളിൽ സത്യമുണ്ടായിരിക്കണം, നമ്മുടെ ചിന്തകളിൽ സത്യമുണ്ടായിരിക്കണം, നമ്മുടെ വാക്കുകളിൽ സത്യമുണ്ടായിരിക്കണം. യാതൊരുവിധമായ കളവോ ചതിവോ വഞ്ചനയോ ഒരിക്കൽ പോലും
പാടില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പ്രിയമക്കളെ, അപ്രകാരം സത്യത്തിൻ്റെ പാതയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മൾക്ക് കപടത്താൽ, വിശ്വാസപാതകത്താൽ ജീവിക്കുവാൻ്റെ കോണം പാടില്ല എന്ന് കാണുവാൻ കോണം സാധിക്കുന്നു. മറ്റു ഭാഗത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതിൻ്റെ 86 15 വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 86 16 വാക്യത്തിൽ ഇങ്ങനെ കാണുകയാണ്. സങ്കീർത്തനം 86 16 വാക്യത്തിൽ കാണുന്നു, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ എന്ന് കാണുന്നു. 86 16 വാക്യത്തിൽ കാണുന്നതൊക്കെ സാധിക്കുന്നു. 15 വാക്യത്തിൽ 86 11 യഹോവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും. നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഇവിടെ പറയുന്ന യഹോവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു. അപ്പം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഹിതത്താലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഹിതത്താലാണ് നാം ഓരോരുത്തരും അയക്കുന്നത്. ഒരു സുപ്രസിദ്ധ പ്രസംഗനകം പറയുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. പക്ഷെ നിങ്ങൾ എത്ര തന്നെ നിങ്ങൾ ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ആ വഴി അല്ലെങ്കിൽ അതുപോലെ വന്നിട്ടില്ല, അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. ഇനി നടക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വഴിയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് സന്തോഷിച്ച് ആർത്തുല്ലസിക്കുക. കാരണം ദൈവത്തിൻ്റെ ഹിതമാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഒരു വിഷയത്തിന്മേൽ അതിൻ്റെ പരിഹാരം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇനി നടക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വഴിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുമാറാകട്ടെ. ഇവിടെ പറയുന്നത് യഹോവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും. നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്ന് പറയുന്നു. നിൻ്റെ നാമത്തെ ഭയപ്പെടും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴി ആണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. സത്യസന്ധമായി ദൈവത്തിൻ്റെ പാതയിൽ നടക്കുവാൻ നമ്മുടെ പണകാര്യങ്ങളിൽ, ഒപ്പം തന്നെ നമ്മുടെ വാക്കുകളിൽ, പ്രവൃത്തികളെല്ലാം സത്യസന്ധമായി, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവസന്നിധിയിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓരോ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്, എല്ലാം ദൈവത്തിന് അറിയാം. ഒന്നും തന്നെ ദൈവത്തിന് മറവായിരിക്കുന്നില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞത്. അടുത്തൊരു വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 2 യോഹന്നാൻ്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 യോഹന്നാൻ 4:3. 2 യോഹന്നാൻ 4:3 നമുക്കൊന്ന് വായിക്കാം. 2 യോഹന്നാൻ 4:3 നമുക്ക് വാക്യം വായിക്കുമ്പോൾ 2 യോഹന്നാൻ 4:3 പ്രകാരം കാണുകയാണ്. 2 യോഹന്നാൻ 4:3 നമുക്ക് പിതാവിങ്കലേക്ക് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. അപ്രകാരം നമ്മുടെ പിതാവിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ, ദൈവത്തിൻ്റെ കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു. അവിടുത്തെ കൽപ്പനകളിൽ സത്യത്തിൽ നടക്കുന്നു. പ്രതിമക്കളെ, ദൈവം നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സത്യത്തിൽ നാം ആയിരിക്കണമെന്നാണ്. സത്യത്തിൽ നടക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ സത്യസന്ധ, വിശ്വാസപാതകം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. സത്യസന്ധമായൊരു ജീവിതം, നമ്മുടെ ജീവിതത്തിലെല്ലാം നഗ്നതും മലർന്നതുമായിരിക്കുന്നൊരവസ്ഥ. സത്യസന്ധമായി നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ ക്രമീകരിക്കാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കാണുവാൻ നോക്കണം സാധിക്കും. നമുക്ക് മറ്റു ഭാഗങ്ങൾ വായിക്കാം. 3 യോഹന്നാൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. 3 യോഹന്നാൻ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിൻ്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ സത്യസന്ധമായ ജീവിതത്തിൽ സത്യത്തിൽ നടക്കുന്നു എന്നറിയുമ്പോൾ അവർ വളരെയധികം സന്തോഷിക്കും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും. സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരിക്കൽ പോലും ആർക്കും
പരാജയപ്പെടുത്തുവാൻ കൊണ്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സത്യത്തിൽ നടക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും ജീവിതത്തിൻ്റെ കാതലായ ഭാഗം സത്യസന്ധത. യാതൊരു വിധമായിട്ടുള്ള തെറ്റുകളിൽ അകപ്പെടാതെ, വഞ്ചനയില്ലാതെ, ചതിവില്ലാതെ, കള്ളത്തരമില്ലാതെ നിഷ്കളങ്കമായ ഒരു ജീവിതം. അഥവാ ഇനി എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തോട് ഏറ്റു പറയണം, ദൈവമേ, ഞാൻ പണകാര്യങ്ങളിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പണസംബന്ധമായ കാര്യങ്ങളിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, എൻ്റെ ഭാര്യയോട് ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ യജമാനന്മാരെ ബോസിന്മാരോട് അല്ലെങ്കിൽ എൻ്റെ ബോസിനോട് ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്, ഒരു കൂട്ടുകാരനോട് ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമേ, എന്നെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് ഏറ്റു പറയണം. വിശ്വാസപാതകം ദൈവം ഒരിക്കലും ക്ഷമിക്കുന്നത് അല്ല, പകരം നമ്മൾ ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മൾ ക്ഷമിക്കപ്പെടുമെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. ദൈവം മുമ്പാകെ നമ്മൾ നടക്കുന്ന ആര് മുഖാന്തരമാണ്? ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നാം നടക്കുന്നത്. അപ്പം ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ കാണുന്നു. നമ്മുടെ ചിന്ത ദൈവം ഇതൊന്നും അറിയുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ ദൈവം അതിന് നമ്മൾ കണ്ണട ചിരുട്ടാക്കിയാണ്. ദൈവം കാണുന്നുണ്ടെങ്കിലും അത് കാണുന്നതിനുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മുടെ ജീവിതത്തെ ദൈവം കാണുന്നുണ്ടെന്ന് നമുക്കറിയാമെങ്കിലും അത് നിസ്സാരമാക്കി കളയുകയാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ നിസ്സാരമാക്കി കളയാണ്. ആ ദൈവത്തിൻ്റെ വലിയ ജ്ഞാനത്തെ നമ്മൾ നിഷ്പ്രഭമാക്കി കളയാണ്. അത് സാരമില്ല എന്ന് വിചാരിക്കുകയാണ്, സാരമില്ല ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതിനെ നിസ്സാരമാക്കി കളയുക, അതിനെ നിഷ്പ്രഭമാക്കി കളയുക, അതിന് വില കൽപ്പിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാതകമാണ് ചെയ്യുന്നതെന്ന് കാണുന്നത് കൊണ്ട് സാധിക്കും. ദൈവം മുമ്പാകെ നമ്മൾ നടക്കേണ്ടതിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ് കാണുന്നതൊക്കെ സാധിക്കുന്നത്. ഇപ്പോൾ കാണുന്നത്, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവം പറയാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. വിശ്വാസപാതകമില്ലാതെ വിശ്വസ്തരായിട്ട് നീ എൻ്റെ മുമ്പാകെ നടക്കുന്നു. നമ്മൾ ജീവിതത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ദൈവത്തിന് നല്ല പദ്ധതിയുണ്ട്. ദൈവം നമ്മളെ അറിയാം. ഞാൻ എവിടെയായിരിക്കുന്നു, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ എന്താണ് പറയുന്നത്, എല്ലാം ദൈവത്തിന് അറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ ദൈവത്തോട് കള്ളത്തരം കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് കള്ളത്തരം കാണിക്കുന്നത്? കാരണം നമ്മൾ അലക്ഷ്യമാക്കി കളയുകയാണ്, അതിനെ ഗവനിക്കുന്നില്ല. ദൈവം പറയാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. ദൈവത്തിന് മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരുന്നു കൊണ്ടാണ് ദൈവം അവനെ അനുഗ്രഹിച്ചെന്ന് കാണുന്നതൊക്കെ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കനായിരിക്കുവാൻ തൊക്കെ ദൈവം ഈ കാര്യത്തിൽ നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായി സത്യത്തിൽ നടന്നുകൊണ്ട് വിശ്വാസപാതകം 3 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഒന്നാമതായിട്ട് വിശ്വാസപാതകം, വിശ്വാസവഞ്ചന നമ്മളിൽ നിന്ന് ഒഴിവാക്കുക, സത്യത്തിൽ നടക്കുക, ദൈവം മുമ്പാകെ നടക്കുക. 3 കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് ദൈവം മുമ്പാകെ നടക്കുക, സത്യത്തിൽ നടക്കുക, ഒപ്പം തന്നെ വിശ്വാസപാതകം നമ്മളിൽ നിന്ന് മാറ്റിവെക്കുക. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ എന്ന നിലയിൽ, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്ന നിലയിൽ നിശ്ചയമായും അത് പാലിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വഴി നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് വിശ്വസ്തമായി നിലകൊള്ളുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ആളുകൾ കല്ലെറിഞ്ഞേക്കാം. എടുക്കാത്ത കാര്യങ്ങളെ
എടുത്തെന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തെന്ന് പറഞ്ഞേക്കാം, പറയാത്ത കാര്യങ്ങളെ പറഞ്ഞെന്ന് പറഞ്ഞേക്കാം, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചേക്കാം. പക്ഷേ അങ്ങനെ സ്നേഹിച്ചതുകൊണ്ട് അപ്രകാരം നമുക്ക് ഒരു മോശമായ അനുഭവങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ കടന്നു വരുന്നതെങ്കിലും നമ്മളൊരിക്കലും ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ദൈവം മുമ്പാകെ നാം നടന്നാൽ മാത്രം മതി. ദൈവത്തിൻ്റെ മുമ്പാകെ നാം നടക്കുക എങ്കിൽ ദൈവം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കുമെന്ന് കാണാൻ നോക്കാൻ സാധിക്കുന്നു. ദൈവത്തിന് മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുമ്പോൾ ദൈവം നമ്മെ വളരെയധികം അനുഗ്രഹിക്കുമെന്ന് കാണാൻ നോക്കാൻ സാധിക്കും. നമുക്ക് ഒരു വാക്യോട് വായിക്കാം. സങ്കീർത്തനങ്ങൾ 56-13 വാക്യം നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 56-13 വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 56-13 വാക്യം. സങ്കീർത്തനങ്ങൾ 56-13. ഇവിടെ കാണുന്നത് ദാവീദ് രാജാവിനെ കുറിച്ച് പറയുമ്പോൾ 56-13 വാക്യത്തിൽ കാണുന്നത്, ഞാൻ ദൈവത്തിന് മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്. അപ്പോൾ ജീവൻ്റെ പ്രകാശത്തിൽ നമ്മുടെ നിഷ്കളങ്കമായി നടക്കുന്നത്, അബ്രഹാമിനെ പോലെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുന്നത്, വസ്തുത അതെങ്ങോട്ടാണ്? നമ്മൾ മരണത്തിൽ നിന്ന് ഒഴിഞ്ഞുള്ള യാത്രയാണ്. ഒപ്പം തന്നെ കാലുകളെ ഇടർച്ചയിൽ നിന്നും നമ്മൾ മാറിയുള്ള യാത്രയാണ്. നമ്മൾ സത്യസന്ധത ഇല്ലാതെ ജീവിക്കുമ്പോൾ നമ്മുടെ കാലുകൾ ഇടറും. ഒപ്പം തന്നെ മരണത്തിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ കാലുകൾ ഇടർച്ചയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് സത്യസന്ധത അല്ലെങ്കിൽ. ആ ഇടർച്ച നമ്മളിത് മാറിപ്പോകണമെങ്കിലും മരണത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ ഗുണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ജീവൻ്റെ പ്രകാശം നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്രകാരം മൂന്ന് കാര്യങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് ദൈവം മുമ്പാകെ നടക്കുക, സത്യത്തിൽ നടക്കുക. ഒപ്പം തന്നെ വിശ്വാസപാതകം വെടിഞ്ഞ് ജീവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ നിർത്തുന്ന ഇപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. മനോഹരമായ നല്ല സമയത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവരും കൂടെ ഇരിക്കുമാറാകണമേ. വിശ്വാസപാതകം ചെയ്യാതെ ഞങ്ങൾ സത്യത്തിൽ നടക്കുവാൻ, ദൈവം മുമ്പാകെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സകല മാനമോത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.